സമീപകാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചാ വിഷയമായി മാറിയ ഒന്നാണ് മുതിർന്ന നേതാവ് പി.ജെ. കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളും അതിനോടുള്ള കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണവും. ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെയും നേതൃത്വത്തിന്റെയും യുവജന വിഭാഗത്തിന്റെ പ്രവർത്തന രീതിയുടെയും വിവിധ മാനങ്ങളെ ഇത് തുറന്നുകാട്ടുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനുമായ പി.ജെ. കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തി. യൂത്ത് കോൺഗ്രസ് ദുർബലമാണെന്നും പത്തനംതിട്ട ജില്ലയിലെ പല പഞ്ചായത്തുകളിലും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികൾ പോലും നിലവിലില്ലെന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഈ വിമർശനം വെറും ഒരു കുറ്റപ്പെടുത്തലായിരുന്നില്ലെന്നും സദുദ്ദേശപരമായ ഒരു നിർദ്ദേശമായിരുന്നുവെന്നും കുര്യൻ പിന്നീട് വിശദീകരിക്കുകയുണ്ടായിരുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് താൻ ഈ വിഷയം ഉന്നയിച്ചതെന്നും പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ പാർട്ടിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും വർത്തമാനകാല അവസ്ഥയെക്കുറിച്ചും വ്യക്തമായ ധാരണ പി.ജെ. കുര്യനുണ്ട്. യുവജന വിഭാഗം ഒരു പാർട്ടിയുടെ ജീവനാഡിയാണ്. യുവജന സംഘടന ശക്തമെങ്കിൽ മാത്രമേ താഴെത്തട്ടിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയത് പാർട്ടിയുടെ ഭാവി ഭദ്രമാക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പി.ജെ. കുര്യന്റെ വിമർശനങ്ങളെ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പൂർണ്ണമായും തള്ളിക്കളയാതെ വളരെ സമവായപരമായ നിലപാടാണ് സ്വീകരിച്ചത്. കുര്യൻ ലക്ഷ്യം വെച്ചത് സംഘടനയുടെ ശാക്തീകരണമാണ്. പാർട്ടി കൂടുതൽ ശക്തമാകണമെന്ന് സീനിയർ കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല തുടങ്ങിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇത് പാർട്ടിക്കുള്ളിലെ ഐക്യത്തിനും മുതിർന്ന നേതാക്കളോടുള്ള ആദരവിനും ഊന്നൽ നൽകുന്നുണ്ട്. ഒരേ സമയം യൂത്ത് കോൺഗ്രസിന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളെയും അദ്ദേഹം ന്യായീകരിച്ചു. യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് കെ.എസ്.യു പ്രവർത്തകർ പോലീസിന്റെ ആക്രമണങ്ങൾ നേരിട്ടാണ് മുന്നോട്ടു പോകുന്നത്. ഈ പ്രതിസന്ധികളിലും സമര പരിപാടികൾ ശക്തമാണ് എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ഇത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിബദ്ധതയെയും ത്യാഗത്തെയും അംഗീകരിക്കുന്നുണ്ട്. പാർട്ടിയുടെ യുവജന വിഭാഗം നിഷ്ക്രിയരല്ലെന്നും പ്രതികൂല സാഹചര്യങ്ങളിലും അവർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവേണ്ട ഉത്തരവാദിത്തം സണ്ണി ജോസഫിനുണ്ട്. വിമർശനങ്ങൾ അംഗീകരിക്കുകയും എന്നാൽ യുവജന വിഭാഗത്തെ നിരുത്സാഹപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്തുലിത സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര സംഘർഷങ്ങൾ ഒഴിവാക്കാനും എല്ലാ വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനുമുള്ള സാഹചര്യം ഒരുക്കാനും സഹായിക്കും. പി.ജെ. കുര്യന്റെ വിമർശനം യൂത്ത് കോൺഗ്രസ് നേരിടുന്ന ചില വെല്ലുവിളികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനത്തിന്റെ അഭാവം, പുതിയ അംഗങ്ങളെ ആകർഷിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ, പഴയ തലമുറയുടെ ആധിപത്യം തുടങ്ങിയ പ്രശ്നങ്ങൾ പലപ്പോഴും യുവജന സംഘടനകളെ ദുർബലമാക്കാറുണ്ട്. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്ന് ഒരു യാഥാർത്ഥ്യമാണ്. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും മറ്റ് വിഷയങ്ങളിലും അവർ നിരന്തരം സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളെ പോലും നേരിട്ടാണ് അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു യുവജന സംഘടനയെ സംബന്ധിച്ചിടത്തോളം സമരങ്ങൾ അവരുടെ നിലനിൽപ്പിന്റെയും പ്രസക്തിയുടെയും പ്രധാന ഭാഗമാണ്. എന്നാൽ വെറും സമരങ്ങൾക്കപ്പുറം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാനും പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനും യുവാക്കളെ ആകർഷിക്കാനും യൂത്ത് കോൺഗ്രസിന് സാധിക്കണം. പി.ജെ. കുര്യന്റെ വിമർശനം ഈ ദിശയിലുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് യൂത്ത് കോൺഗ്രസിന് പ്രചോദനമാകുമെങ്കിൽ അത് പാർട്ടിയുടെ ഭാവിക്ക് ഗുണകരമാകും. ഈ രാഷ്ട്രീയ വിഷയങ്ങൾക്കിടയിൽ ഗുരുപൂർണിമ ആഘോഷത്തിന്റെ പേരിൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സംഭവത്തിലും സണ്ണി ജോസഫ് പ്രതികരിച്ചത് ശ്രദ്ധേയമാണ്. അധ്യാപകരെ ആദരിക്കണം, എന്നാൽ അത് ഈ രൂപത്തിലാകരുതെന്നും വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിച്ച് പാദപൂജ ചെയ്യിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഒരു പൊതു ധാർമ്മിക നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി. അധ്യാപകരെ ആദരിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ കുട്ടികളുടെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള നിർബന്ധിത ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യപരമായ വിദ്യാഭ്യാസ രീതിക്ക് നിരക്കുന്നതല്ല. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. സണ്ണി ജോസഫിന്റെ പ്രതികരണം ഈ വിഷയത്തിലെ സാമൂഹികമായ ചർച്ചകൾക്ക് ശക്തി പകരുന്നതായിരുന്നു. പി.ജെ. കുര്യൻ സണ്ണി ജോസഫ് വിവാദം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തലമുറ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ്. മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്ത് പാർട്ടിക്ക് മുതൽക്കൂട്ടാണെങ്കിലും യുവതലമുറയ്ക്ക് അവസരങ്ങൾ നൽകുകയും അവരുടെ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പാർട്ടിക്ക് പുതിയ ഊർജവും ദിശാബോധവും നൽകാൻ ഇത് സഹായിക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും കോൺഗ്രസിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ റോൾ എത്രത്തോളം ഫലപ്രദമായി നിർവഹിക്കാൻ സാധിക്കുന്നു എന്നത് പാർട്ടിയുടെ ഭാവിക്ക് നിർണായകമാണ്. സംഘടനയെ ശക്തിപ്പെടുത്തുകയും താഴെത്തട്ടിൽ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജനങ്ങളുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്നതിലൂടെ
മാത്രമേ കോൺഗ്രസിന് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കൂ. PJ കുര്യൻ ഉയർത്തിയ വിമർശനങ്ങളെ ക്രിയാത്മകമായി ഉൾക്കൊണ്ട് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ പാർട്ടിക്ക് സാധിക്കുമെങ്കിൽ അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടുതൽ ശോഭനമാക്കും.